ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ പരദേശികൾ നാം ഭാഗ്യശാലികൾ ഇതുപോലൊരു ജാതിയുണ്ടോ യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ ആപത്തിൽ നമ്മുടെ ദിവ്യ സങ്കേതവും ബലവും ദൈവമൊരുവനത്രേ ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല ആകയാൽ പാരിടം ആകയിലും നാം ഇനി ഭയപ്പെടുകയില്ല യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം അവനായി കഷ്ടതായ തേജസ്സിൽ ആനന്ദായുധം വാണിടും അവനായി കഷ്ടതായ തേജസ്സിൽ ആനന്ദായുധം വാണിടും യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം നിരയാളി നിരനീടുവിൻ കുരിശിൻ പടയാളികളെ നിരയാളി നിരനീടുവിൻ കുരിശിൻ പടയാളികളെ ജയ 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 കാഹളമോ നീടുവിൻ ജയ വീരനമീശുവിൻ ജയ 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 കാഹളമോ നീടുവിൻ ജയ വീരനമീശുവിൻ യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം ലൂക്കോസിന്റെ സുവിശേഷം 11:8 വാക്യം എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്നകത്തു നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. മുട്ടുക, കിട്ടേണ്ടത് കിട്ടുന്നതുവരെ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കൂടപ്പുറപ്പുകളെ, പ്രാർത്ഥനയിൽ കൂടി പ്രാപിക്കുന്നതിനുള്ള ഒരു വ്യവസ്ഥയെക്കുറിച്ച് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാൻ പറഞ്ഞ ഒരു ഉപമയാണ് ഈ വാക്യത്തിന് ആധാരം. അർദ്ധരാത്രിയിൽ വന്ന സ്നേഹിതന് മുൻപിൽ വാതിൽ തുറന്ന് തൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുന്ന തൻ്റെ സ്നേഹിതൻ്റെ വിഷയം, തൻ്റെ അടുക്കൽ രാത്രിയിൽ എത്തിയ സ്നേഹിതന് ഭക്ഷിപ്പാൻ കൊടുക്കാൻ ഒന്നുമില്ലാത്തവൻ തൻ്റെ മറ്റൊരു സ്നേഹിതൻ്റെ ഭവനത്തിൽ ചെന്ന് കതകിന് മുട്ടി വിളിച്ചെങ്കിലും തൻ്റെ ആവശ്യം നിറവേറ്റി കൊടുക്കുവാൻ ഇപ്പോൾ ആവതില്ലെന്നും അതിനുള്ള കാരണങ്ങൾ നിരത്തി പറഞ്ഞു കേൾപ്പിച്ചെങ്കിലും ആവശ്യക്കാരൻ മറ്റു നിവൃത്തിയില്ലാത്തതിനാൽ പിന്തിരിയാതെ വീണ്ടും വീണ്ടും മുട്ടുക നിമിത്തം വീട്ടുടയവനായ സ്നേഹിതൻ എഴുന്നേറ്റ് തൻ്റെ സ്നേഹിതന് വേണ്ടുന്നിടത്തോളം കൊടുത്തു എന്ന് തിരുവചനം വ്യക്തമാക്കും. ഇതിൽ കൂടി കർത്താവ് നമ്മെ പഠിപ്പിച്ച സത്യം, പ്രാർത്ഥനയുടെ ഉത്തരം ലഭിക്കുന്നതുവരെ പിന്തിരിയാതെ പ്രാർത്ഥിക്കുക, ഇടവിടാതെ ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്നവൻ നിരാശനാകരുത്, മറുപടി ലഭിച്ചില്ല എന്ന് കണ്ട് പിന്മാറിപ്പോകരുത്. തൻ്റെ ആവശ്യം ന്യായമാകയാൽ, ദൈവവചനാടിസ്ഥാനത്തിലുള്ളതാകയാൽ, അന്യനോടുള്ള കരുണയും ദൈവസ്നേഹം പങ്കുവയ്ക്കുന്ന മുഖാന്തരവുമാകയാൽ അത് നിറവേറ്റപ്പെടുന്നത് വരെ പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കുക എന്നത് കർത്താവ് നമ്മെ പഠിപ്പിച്ച ശക്തമായൊരു ഉപദേശമാണ്. ലജ്ജ കൂടാതെ ആവശ്യപ്പെടുക.
പ്രിയരെ, ഈ ഉപമ പറഞ്ഞ് മനസ്സിലാക്കി അനന്തരം കർത്താവ് പഠിപ്പിച്ച വിഷയം ഏറെ പ്രാധാന്യമുള്ളതും നമുക്ക് പ്രാർത്ഥനയിൽ തുടരാൻ പ്രചോദനമേകുന്നതുമായ ഒരു വാഗ്ദത്തമാണ്. യാചിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും; അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും; മുട്ടുവീൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രാർത്ഥനയിൽ മടുത്തു പോകാതെ തുടരുന്നവന്റെ 3 തലങ്ങളെ സൂചിപ്പിക്കുന്ന 3 കൽപ്പനാ ശബ്ദങ്ങൾ: യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. പ്രിയരെ, പ്രാർത്ഥനയിൽ ഒരു യാചനയുണ്ട്, പ്രാർത്ഥനയിൽ ഒരു അന്വേഷണമുണ്ട്, പ്രാർത്ഥനയിൽ മുട്ടിക്കൊണ്ടിരിക്കുന്ന നിലവാരവുമുണ്ട്. യാചനയിൽ തുടങ്ങുന്നവൻ അവസാനം അധികാരത്തോടെ മുട്ടുന്നവനായിത്തീരും. യാചിക്കുന്നവൻ ദൂരെ മാറി നിന്നാണ് യാചിക്കുന്നത്, ഒരു അകലമുണ്ട്. എന്നാൽ അന്വേഷിക്കുന്നവൻ ആ അകലം കുറച്ച് കുറെ കൂടെ യജമാനനോട് അടുത്തു വരുന്നു. തുടർന്ന് ആ അകലം കുറച്ചവൻ മുട്ടുകയാണ്. മക്കളാണ് അപ്പൻ്റെ കതകിന് മുൻപിൽ മുട്ടുന്നത്. അപ്പൻ്റെ കതകിൽ മുട്ടുവാൻ തക്കവണ്ണം അപ്പൻ്റെ ഭവനവുമായി അടുപ്പമുള്ളവനാണ് മക്കൾ. അവന് മുട്ടുവാൻ ഭയക്കേണ്ട കാര്യമില്ല. അവനറിയാം, ഈ ഒരു കതകിനപ്പുറം എൻ്റെ അപ്പനുണ്ട്, എനിക്ക് വേണ്ടി ആ കതക് തുറക്കും. ഈ ഒരു അനുഭവത്തിലേക്ക് പ്രാർത്ഥനക്കാരൻ കടന്നു വരണം എന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. യാചകനിൽ തുടങ്ങുന്നവൻ ഇപ്പോൾ മകനായിരിക്കുന്നു. നമ്മുടെ ബന്ധം യാചകനും യജമാനനും എന്നതിലുപരി മകനും അപ്പനും എന്ന നിലയിലേക്ക് ഉയരുവാനിടയാകണം. ദൂരെ മാറി നിന്ന് യാചിക്കുന്നവന് കിട്ടും, എന്നാൽ അവന് തുറക്കുന്നില്ല. തുറക്കപ്പെടുന്ന അനുഭവം മുട്ടുന്നവനാണ്. പ്രിയരെ, നാം എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നാം പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടേയിരിക്കേണ്ടത് ആവശ്യമാണ്. യാചിക്കുന്നവൻ കിട്ടിയാൽ സന്തോഷമുള്ളവനാണ്, അവൻ കിട്ടിയത് കൊണ്ട് പോകും. എന്നാൽ അവൻ ബന്ധം സ്ഥാപിച്ചിട്ടില്ല. എന്നാൽ മുട്ടുന്നവൻ അങ്ങനെയല്ല. അവൻ എന്തെങ്കിലും കിട്ടിയാൽ പോരാ, അവന് കിട്ടിക്കൊണ്ടേയിരിക്കണം. മുട്ടിക്കൊണ്ടേയിരിക്കുന്നവന് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് തിരുവചനം ഈ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്നു. കതക് തുറക്കുന്നതോടുകൂടി പിതാവും മകനും തമ്മിലുള്ള ആ ബന്ധത്തിൽ നിന്ന്, ആ സന്തോഷത്തിൽ നിന്ന്, ആ കൂട്ടായ്മയിൽ നിന്ന് പിന്മാറാനാവാത്ത ഒരു ആനന്ദം അതവന് കിട്ടിക്കൊണ്ടേയിരിക്കും. അവന് പിതാവിൻ്റെ കൂട്ടായ്മ കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. മുഖാമുഖം സംസാരിക്കുകയാണ് ഇവിടെ, ഇഷ്ടങ്ങൾ പങ്കുവയ്ക്കുകയാണ്. യാചകൻ യാചിച്ചു, അവന് കൊടുത്തു, അവൻ പോയി. എന്നാൽ അതിലും ഉപരി മകൻ മുട്ടി, അവന് തുറന്നു. അപ്പനും മകനും ഒരുമിച്ച് വസിക്കുന്നു. അപ്പനുള്ളതെല്ലാം അവൻ അനുഭവിക്കാം. ഈ ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരണം. അതിന് കർത്താവ് പറഞ്ഞതുപോലെ പ്രാർത്ഥനയിൽ ഇടപെടാതെ ആവശ്യപ്പെടുക. പ്രാർത്ഥിച്ച് ഒരു മറുപടി കിട്ടി അതിൽ തൃപ്തിപ്പെട്ട് മടങ്ങാതെ പ്രിയരെ, പിതാവുമായി എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുവാൻ ഇടയാകുന്ന ഒരു ആത്മബന്ധത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. കൂടപ്പിറപ്പുകളെ, പ്രാർത്ഥന തുടർമാനമായുള്ള പ്രക്രിയയായിരിക്കട്ടെ. മറുപടി ലഭിക്കുന്നതുവരെ പ്രാർത്ഥിക്കുക. ഒരിക്കൽ മാത്രം ചോദിച്ചിട്ട് പ്രാപിക്കുവാൻ പലപ്പോഴും സാധ്യമല്ല. നാം ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഏതെങ്കിലും ഒരാവശ്യം മാത്രമല്ല, അപ്പാ, അങ്ങയുടെ സാന്നിധ്യം എൻ്റെ ജീവിതത്തിൽ തുടർമാനം അനുഭവിക്കുവാനുള്ള അവസരം, കൃപ ഞാൻ ചോദിക്കുന്നു. പ്രിയരത് ചോദിച്ചുകൊണ്ടേയിരിക്കുക, മുട്ടിക്കൊണ്ടേയിരിക്കുക, ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടേയിരിക്കുക. ഇതത്രേ ദൈവം ഈ അനുഭവത്തിൽ നിന്ന് ഈ വിഷയത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുന്ന സത്യം. അതിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്കതിനിടയായിത്തീരണം. ഞാനൊരു യാചകനായി നിൽക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ ആത്മബന്ധം സ്ഥാപിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ വസിക്കുന്ന, പിതാവുമായിട്ട് കൂട്ടായ്മയുള്ള ഒരു മകനായി തന്നെ ഞാൻ ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഉയരത്തിൽ നിന്ന് എനിക്കത് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിനിടയാകണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ,
ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ അങ്ങയുടെ പാദപിടുത്തങ്ങളിലേക്ക് അടുത്തു വന്ന് ഞങ്ങൾ വചനം കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്നത് വരെ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരിക്കാൻ, ആത്മബന്ധം സ്ഥാപിച്ച് മുട്ടിക്കൊണ്ടിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിന് വിപരീതമായി ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും കർത്താവ് അഴിച്ചു കളയും. സമർപ്പണ മനസ്സോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. ഇന്ന് പകൽ അപ്രകാരം സമർപ്പിച്ച പ്രാർത്ഥിച്ച അങ്ങയുടെ മക്കളുടെ മേൽ ഇന്നവർ അനുഭവിക്കേണ്ടതായ, ഇന്നവർക്ക് ലഭിക്കേണ്ടതായ ചില മറുപടികൾ പരിശുദ്ധനെ അങ്ങ് കൽപ്പിച്ചയക്കണം. അത് വിശ്വാസത്തോടെ ഏറ്റെടുത്ത് അനുഭവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ എല്ലാവരെയും കൃപയാൽ നിറയ്ക്കണം. ചില സൗഖ്യം, ചില വിടുതലുകൾ, ചില ആത്മീയ മുന്നേറ്റങ്ങൾ എല്ലാം ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, ഉത്തരമല്ല ഞങ്ങളെ മാനിക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ. ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. അവകാശമാം ജനം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനീതലത്തിൽ അപമാനം നമുക്കവകാശമെന്നോ തീരണം. അവനായി കഷ്ടതായി തേജസ്സിൽ അനന്തായുധം മാറണം. അവനായി കഷ്ടതായി തേജസ്സിൽ അനന്തായുധം മാറണം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. നിരനിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. ജയ 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 കാഹളമോദിടുവിൻ ജയവീരനമീശുവിനെ. യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം. യഹോവ ദൈവമാം വിശുദ്ധ ജാതിന അവനവകാശമാം ജനം.